നമസ്കാരം. സാഗ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ. ശ്രീലങ്കൻ തീരത്ത് ചേർന്ന ചക്രവാത ചുഴി. മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന നിർദ്ദേശം. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. കോവിഡിന്റെ പുതിയ വകഭേദം കേരളത്തിൽ, ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി. അശോക് ഗെഹ്ലോട്ടിനെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കും. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് മഴ ശക്തമാകുന്നത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഗൺമാൻ അനിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഗവർണറുടെ നിലപാടിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി ഗൺമാനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. കേരളത്തിൽ കോവിഡിന്റെ പുതിയ വകഭേദത്തെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും അനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് AICC. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ നിയമിക്കുമെന്നും AICC നേതൃത്വം അറിയിച്ചു. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇന്നലെ മാറ്റം വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജസ്ഥാനിലും കോൺഗ്രസ് മാറ്റത്തിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.